Hello everyone, welcome to your health and wellness. It's me Jalal from Al Zaitun Pharmacy, Kalba Fujairah. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വാട്ടിനെ കുറിച്ചാണ്. വാട്ട് എന്ന് വെച്ചാൽ അരിമ്പാറ അല്ലെങ്കിൽ പാലുണ്ണി, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ വാട്ട് ഉണ്ടാവുന്നത്, എന്തുകൊണ്ടാണ് വാട്ട് ഉണ്ടാവുന്നത്, അതിന് ട്രീറ്റ് ചെയ്യാനുള്ള ഭാഗങ്ങൾ ഒക്കെ നമുക്കൊരു സീരീസ് ഓഫ് വീഡിയോസ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വാട്ട് എങ്ങനെയാണ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ അരിമ്പാറ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. അരിമ്പാറ ഉണ്ടാവുന്നത് ഒരു വൈറസിൽ നിന്നാണ്. പാപ്പിലോമ വൈറസ് എന്നാണ് പറയുന്നത് അതിന് അറിയപ്പെടുന്നത്. ഇത് ഒരുപാട് ഓർഗാനിസത്തിൽ കാണപ്പെടുന്നുണ്ട്. മനുഷ്യരിൽ തന്നെ 200 ഓഫ് വെറൈറ്റീസ് ഓഫ് പാപ്പിലോമ വൈറസ് ഇൻഫെക്റ്റ് ആവാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. സയൻറ്റിഫിക്കലി 200 പാപ്പിലോമ വൈറസുകളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ഹ്യൂമൻ ബോഡിയിൽ ഇൻഫെക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പാപ്പിലോമ വൈറസ്. മനുഷ്യരിൽ എഫക്റ്റ് ചെയ്യുന്ന പാപ്പിലോമ വൈറസിനെ HPV എന്നാണ് അറിയപ്പെടുന്നത്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്നാണ് അറിയപ്പെടുന്നത്. സ്കിന്ന് നമ്മുടെ ശരീരത്തിൽ ലാർജസ്റ്റ് ഓർഗനാണ്. അതുപോലെ തന്നെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയറായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതും സ്കിന്നാണ്. സ്കിന്നിലെ ചെറിയ ചെറിയ കട്ടുകൾ അത് കൂടുതലായിട്ടും നമ്മുടെ കയ്യിൽ കാലുകളിലൊക്കെയാണ് HPV കൂടുതലായിട്ട് ഇൻഫെക്റ്റ് ആവുന്നത്. നമ്മുടെ സ്കിന്നിൽ ഇത് എത്തിപ്പെട്ടാൽ തന്നെ നമ്മുടെ WBC സെൽസ് ഇതിനെ ഡിഫെൻഡ് ചെയ്യുകയും എന്നാൽ പോലും ചില HPVs അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ട് നമ്മുടെ ബേസിൽ സെൽസിൽ എത്തിപ്പെടുന്നുണ്ട്. സ്കിൻ സെൽസ് ഉണ്ടാവാൻ സഹായിക്കുന്ന ബേസിൽ സെൽസ് എപ്പിഡെർമിസിലാണ്. ഇവിടെ എത്തിപ്പെടുകയും ഇവിടെ നിന്ന് അത് നമ്മുടെ സ്കിൻ സെൽസിനെ കമാൻഡ് ചെയ്യുകയും അവിടുന്ന് സ്കിൻ സെൽസ് പോലത്തെ HPV റീജനറേറ്റ് ആവുകയും അവിടുന്ന് ഒരു ഗ്രോത്ത് ഉണ്ടാവുകയും ഈ ഗ്രോത്ത് പുറത്തോട്ട് ബൾജ് ചെയ്ത് വരികയും ഇത് വാട്ടാവുകയും ചെയ്യുന്നത്. ചില വാട്ടുകളിൽ ഇച്ചിങ് ഉണ്ടാവും, ചില വാട്ടുകളിൽ കറുത്ത കുത്ത് ഉണ്ടാവും. അതെന്ന് വെച്ചാൽ അവിടെ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവുകയും ബ്ലഡ് സെൽസ് അങ്ങോട്ട് ക്ലോട്ട് ആവുകയും അവിടെയാണ് കറുത്ത കുത്തുള്ള വാട്ടുണ്ടാവുന്നത്. ഓരോ HPV വൈറസിനനുസരിച്ചും വാട്ടുകളുടെ പെരുമാറ്റവും അവരുടെ ഇതെല്ലാം വ്യത്യാസം ഉണ്ടാവും. ചില വാട്ടുകൾ സോഫ്റ്റ് ആയിരിക്കും, ചില വാട്ടുകൾ ഭയങ്കര ഹാർഡായിരിക്കും, ചിലതിന് ചൊറിച്ചിലുണ്ടാവും, ചിലത് കൂട്ടമായിട്ടായിരിക്കും ഉണ്ടാവുക, ചിലത് ഒറ്റൊന്ന് കൈൻ്റെ മുട്ടിൽ അല്ലെങ്കിൽ വിരലുകൾക്കിടയിൽ കാലിൻ്റെ അടിയിൽ അങ്ങനെയൊക്കെ ആയിട്ട് കാണപ്പെടുന്നുണ്ട്. വാട്ടുകൾ കൂടുതലായിട്ട് നമ്മുടെ സ്കിന്നിലാണ് കാണപ്പെടുന്നതെന്നുണ്ടെങ്കിലും ചില HPVs നമ്മുടെ മ്യൂക്കോസൽ സെൽസിൽ ഇൻഫെക്റ്റ് ആയിട്ട് സ്റ്റഡീസ് പറയുന്നുണ്ട്. മ്യൂക്കോസൽ സെൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ, അതുപോലെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ, അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ, അതായത് മ്യൂക്കോസൽ സെൽസ് കൂടുതലുള്ള ഭാഗങ്ങളിൽ HPV ഇൻഫെക്റ്റ് ആവുന്ന ഇതാണ് ഈ മ്യൂക്കോസൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനത്തെ HPV ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് സെക്ഷലി ട്രാൻസ്മിറ്റ് ആവുന്ന HPVകളിൽ പെട്ട ഒന്നാണ് ഈ മ്യൂക്കോസൽ HPVs എന്ന് പറയുന്നത്. റീപ്രൊഡക്റ്റീവിലൊരു ഗ്രോത്ത് ഉണ്ടാവുകയും ഇത് കാലക്രമേണ ക്യാൻസറിന് വഴിയൊരുക്കുകയും ചെയ്യുന്നുണ്ട്. വാട്ട് സെൽസുകൾ തന്നെ നമ്മൾ പുറത്തോട്ട് കാണപ്പെടുന്ന വാട്ട് സെൽസുകൾ നമ്മൾ പൊട്ടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഈ സെല്ല് ഡെഡ് ആവുകയും അതിൽ നിന്ന് ഒരുപാട് HPVs പുറത്തു വരികയും ഇത് നമ്മൾ മറ്റു ആളുകളിലോട്ട് പകരാനും നമ്മുടെ ശരീരത്തിൽ തന്നെ മറ്റു ഭാഗങ്ങളിലോട്ട് ഇത് പകരാനും ഒക്കെ കാരണമാകുന്നുണ്ട്. കോമൺ വാട്ട്സ് കാണപ്പെടുന്നത് നമ്മുടെ കൈയിൻ്റെ മുട്ടിൽ, അതുപോലെ കാലിൻ്റെ വിരലുകൾക്കിടയിൽ ഒക്കെയാണ്. പിന്നെ ചില വാട്ടുകളുണ്ട്, പ്ലാന്റർ വാട്ട് എന്ന് പറയുന്നത് കാലിൻ്റെ അടിയിൽ കാണപ്പെടുന്നതാണ്. അത് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടായിരിക്കും നമ്മൾ ചവിട്ടുമ്പോൾ അതിങ്ങനെ ഫ്ലാറ്റായിട്ട് പോകുന്ന രീതിയിലുള്ള വാട്ടുകളാണ് കാണപ്പെടുന്നത്. ഫിലിഫോം വാട്ട്സുകൾ കാണപ്പെടുന്നത് നമ്മുടെ കണ്ണിൻ്റെയും വായിൻ്റെയും ഒക്കെ അടുത്തായിട്ടാണ്. പിന്നെ ഫ്ലാറ്റ് വാട്ട്സ് കാണപ്പെടുന്നത് നമ്മുടെ മുഖത്തും കാലിലൊക്കെ ആയിട്ടാണ്. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാട്ട്സുകളാണിത്. വാട്ടിന് ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ലോഷൻസ് ആയിട്ടും ക്രീംസ് ആയിട്ടും ജെല്ലുകളായിട്ടും ലിക്വിഡ് നൈട്രജൻ ആയിട്ടും അങ്ങനെ ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതിനെക്കുറിച്ചെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. താങ്ക് യു സോ മച്ച്. ബൈ ഫ്രം യുവർ ഹെൽത്ത് ആൻഡ് വെൽനെസ്.